ശുചീകരണ പ്രവർത്തനങ്ങൾ താറുമാറായ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ബിജെപി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രഹസനമായതായാണ് ബിജെപിയുടെ ആക്ഷേപം. അഞ്ചൽ പട്ടണത്തിലുൾപ്പെടെ കുന്നുകൂടി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുകയാണ് ഇപ്പോൾ. അഞ്ചൽ മാർക്കറ്റിന് സമീപത്തെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുൻവശത്തുൾപ്പെടെ കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാലിന്യങ്ങൾ അഴുകിയും വെള്ളം കെട്ടി നിന്നും ഇവിടെ കൊതുക് ശല്യം രൂക്ഷമാണ്. മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ദൈനംദിനം എത്തുന്നത് നൂറുകണക്കിന് ആളുകളാണ്. ഡെങ്കിപ്പനി ഉൾപ്പെടെ സ്ഥിരീകരിച്ച അഞ്ചൽ മേഖലയിലെ മാലിന്യ സംസ്കരണം ഇപ്പോഴും കീറാമുട്ടിയായി തുടരുകയാണ്. പട്ടണത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന മാലിന്യങ്ങളുടെ വലിയ രീതിയിലുള്ള കൂമ്പാരം കാണാൻ കഴിയും. പട്ടണത്തിലും ഓരോ വാർഡ് കേന്ദ്രീകരിച്ചും ശുചീകരണ പ്രവൃത്തികൾ നടത്തിയെന്ന് പറയുന്ന പഞ്ചായത്ത് അധികൃതർ സ്വന്തം കൺമുന്നിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. മാസങ്ങൾക്ക് മുമ്പ് തീപിടുത്തമുണ്ടായ പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ ഏറിയ പങ്കും ഇപ്പോഴും അവിടെ തന്നെ ഉപേക്ഷിച്ച നിലയിലാണ്. മഴ കനത്തതോടെ മാലിന്യം കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുകയാണ് അഞ്ചൽ പട്ടണവും പരിസരവും. അഞ്ചലിലെ മാലിന്യ സംസ്കരണം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. ഭരിക്കുന്നവരോ ഇവർക്ക് നേതൃത്വം നൽകുന്നവരോ മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവും സംബന്ധിച്ച് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. അഞ്ചലിൽ വിവിധ ഇടങ്ങളിൽ കാണുന്ന ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഏറെ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അതേസമയം മാറി മാറി ഭരിച്ചവർ അഞ്ചലിലെ മാലിന്യ സംസ്കരണത്തിന് ഒന്നും ചെയ്തില്ലെന്നും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് അഞ്ചൽ പഞ്ചായത്തിൽ നടത്തുന്നതെന്നും ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബാബു കുറ്റപ്പെടുത്തി. വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ, മാർക്കറ്റിന്റെ ഉള്ളിൽ, പഴയ പോലീസ് സ്റ്റേഷനുള്ളിൽ, അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്ത് ഇവിടെ എല്ലാം തന്നെ ദുസ്സഹമായ രീതിയിൽ രോഗം പടർത്തുന്ന രീതിയിൽ, ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ, പരിസരവാസികൾക്ക് രോഗഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. അഞ്ചൽ മാർക്കറ്റിനുള്ളിൽ മാലിന്യം സംഭരിച്ചു വെച്ചിരുന്ന ഇടത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ അത് അവിടെ ബാക്കി ഉണ്ടായിരുന്ന മാലിന്യം നീക്കം ചെയ്യാമെന്നൊരു വാഗ്ദാനം അന്നത്തെ പഞ്ചായത്ത് അധികാരികൾ ആ അവസരത്തിൽ പറഞ്ഞു. അത് ഏതാണ്ട് മുക്കാൽ ഭാഗവും അവിടെ തന്നെ കുന്നുകൂടി കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.